ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിനെ കുറിച്ചുള്ള രസകരമായ ഫാക്ട്സാണ്. ഒരു മനുഷ്യൻ്റെ 1/3 ലൈഫ് അയാൾ ഉറക്കത്തിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ 7 to 8 മണിക്കൂർ ഉറങ്ങണമെന്ന്. പക്ഷേ അത് തെറ്റാണ്. 4 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു ദിവസം 15 മണിക്കൂർ ഉറങ്ങണം. അല്ലാതെ 6 വയസ്സിന് കൂടുതലുള്ള കുട്ടികൾ ഒരു ദിവസം 11 മണിക്കൂർ ഉറങ്ങണം. ടീനേജേഴ്സ് 7 to 8 മണിക്കൂർ ഉറങ്ങണം. വയസ്സായവരും മധ്യവയസ്കരും ഒരു ദിവസം വെറും 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മര്യാദയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ 100% പ്രൊഡക്ടിവിറ്റിയോടെ ജോലി ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷേ പ്രശസ്തരായ പല ശാസ്ത്രജ്ഞന്മാരും 2 to 3 മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. അതവരെ വർക്കിനെ ബാധിച്ചിട്ടേ ഇല്ല. ഒരു ടെക്നിക്ക് തന്നെയുണ്ട്, 2 to 3 മണിക്കൂർ ഉറങ്ങിയാലും ഒരു സൈഡ് എഫക്റ്റും വരാതിരിക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ പട്ടികളെടുത്ത് കിടന്നുറങ്ങുമ്പോൾ അത് പല രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം അവരും സ്വപ്നം കാണും മനുഷ്യരെ പോലും. ടെമ്പറേച്ചർ സ്വപ്നത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ചൂട് ഒരുപാട് കൂടുതലാണെങ്കിലോ കുറവാണെങ്കിലോ ദുസ്വപ്നം കാണാനുള്ള സാധ്യത കൂടുതലാണ്. പല പല കണ്ടുപിടുത്തങ്ങളും സ്വപ്നം വഴിയാണ് കണ്ടുപിടിച്ചത്. ഉദാഹരണത്തിന് മെൻ്റൽ പീരിയോഡ് ടേബിൾ കണ്ടുപിടിച്ചത് സ്വപ്നം വഴിയാണ്. കാര്യം നമ്മൾ ചിന്തിക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങൾ നമ്മളുടെ ബ്രെയിൻ ഒന്നും കൂടി പ്രോസസ്സ് ചെയ്യും. നിങ്ങൾ ഉറങ്ങുമ്പോൾ അനങ്ങിയും തിരിഞ്ഞും എന്താണ് കിടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ബ്രെയിൻ മസിലിലോട്ട് ഒരുപാട് സിഗ്നൽസ് വിടും. ഇതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. നമ്മൾ സ്വപ്നത്തിൽ പ്രേതത്തിനെ കണ്ടാൽ ഓടും, പക്ഷെ നമ്മൾ റിയൽ ലൈഫിലുള്ള ബോഡി ഓടത്തില്ല. കാരണം ബാക്കിയുള്ള മസിൽസിനെ ഓഫാക്കി ഇട്ടേക്കുകയും പക്ഷേ ഐബോൾസിനെ ഓണാക്കി ഇട്ടേക്കുകയും. ചിലവർ ഉറക്കത്തിൽ നിന്നും എണീക്കും, പക്ഷെ അവർക്ക് അനങ്ങാൻ കഴിയില്ല. ഇതെല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിക്കും. വയറ്റിൽ കിടക്കുന്ന കുട്ടികളും സ്വപ്നം കാണും, പക്ഷേ നമ്മൾ കാണുന്നത് കണക്ക് അവർക്ക് കാണാൻ കഴിയില്ല. ചില ശബ്ദങ്ങൾ മാത്രമേ കേൾക്കാനാവൂ. ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സ്പൈൻ സ്ട്രെച്ച് ആവും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പൊക്കം ഇത്തിപ്പോയും കൂടി കൂടുതലായിരിക്കും. ചിലർ ബ്ലാങ്കറ്റ് മൂടി കിടക്കുന്നത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നതിലുപരി കംഫർട്ടിന് വേണ്ടിയാണ്. കാരണം ബ്ലാങ്കറ്റ് തരുന്ന ആ ചെറിയൊരു പ്രഷർ നിങ്ങളുടെ മനസ്സിന് ഒരു ഹഗ്ഗായി തോന്നും. പിന്നെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായിട്ട് കൂടി തോന്നും. അത് എവല്യൂഷൻ വഴി കിട്ടിയതാണ്. പണ്ട് കാലത്ത് മനുഷ്യരുടെ അടുത്ത് ആയുധങ്ങൾ വല്ലതും കാണും. അതേപോലെ നിങ്ങളുടെ പുറത്ത് ബ്ലാങ്കറ്റ് തട്ടി ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കംഫർട്ട് തോന്നും. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും കുറച്ച് ഉറക്കം കിട്ടുന്നത് ജപ്പാനിലുള്ള ആൾക്കാർക്ക്. 6 മണിക്കൂറിൽ താഴെയാണ് അവരുടെ ഉറക്കം. ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും കൂടുതൽ നേരം ഉറക്കം കിട്ടുന്നവരാണ് സ്വീഡനിലുള്ളവർ. 8 മണിക്കൂറിൽ കൂടുതലുണ്ട് അവരുടെ ഉറക്കം. ഡേജാവ് തോന്നുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നിങ്ങൾ സ്വപ്നത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുകയാണ്. അത് റിയൽ ലൈഫിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. കുതിര, സീബ്ര അതേപോലെയുള്ള ജീവികൾക്ക് നിന്നുകൊണ്ട് ഉറങ്ങാൻ സാധിക്കും. ചില കിളികൾക്ക് പറന്നുകൊണ്ട് ഉറങ്ങാൻ സാധിക്കും. പെൻഗ്വിൻസ് ഒരു കണ്ണ് മാത്രം അടച്ചുകൊണ്ട് ഉറങ്ങും. ഇതെല്ലാം ഇവല്യൂഷൻ വഴി കിട്ടിയ കഴിവുകളാണ്. അവരുടെ പകുതി ബ്രെയിൻ ഉറങ്ങുകയും പകുതി ബ്രെയിൻ ഉണർന്നിരിക്കുകയും ചെയ്യും. കാരണം എപ്പോഴാണ് അവർ മരിക്കുന്നതെന്ന് അവർക്ക് ഒരു അറിയത്തില്ല. ഈ വീഡിയോ അവസാനം വരെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്.